നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. സഭയെന്നും വളരണം, ഭജനമൊഴുകണം, ലോകമെന്നും ശാന്തി പകരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. നടന്നു നീങ്ങണം, പറന്നുയരണം, സത്യം നമ്മെ സ്വതന്ത്രമാക്കണം. നടന്നു നീങ്ങണം, ഏറ്റെടുക്കണം, നിറമണിഞ്ഞ ഈ കാലടിപ്പാടുകൾ. പറന്നുയരണം, വിജയിയാകണം, രക്തസാക്ഷിത്വം ഹൃദയവരിക്കണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. രക്തമൊഴുക്കി അവൻ വളർത്തിയ തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം. നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രക്തസാക്ഷികളുടെ ചുടുനീളത്തിലാണ് സഭയെന്നും വളർന്നിട്ടുള്ളത്. രക്തസാക്ഷികളുടെ ചുടുനീളം വിശ്വാസികൾക്ക് എന്നും ആവേശമായിരുന്നു, ആദിമ സഭ മുതൽ ഇന്നു വരെ. ഇപ്പോഴും രക്തസാക്ഷിത്വം മിശിഹാ രഹസ്യത്തിൽ വലിയ രഹസ്യമായിട്ട് നിൽക്കുകയാണ്. നിനക്ക് ജീവിക്കണമോ മരിക്കണമോ ക്രിസ്തുവിന് വേണ്ടി എന്നൊരു ചോദ്യം വരുമ്പോൾ രക്തസാക്ഷികൾ ഈ ലോകത്തെപ്പറ്റി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ, പ്രിയപ്പെട്ടവരെ ഓർക്കാതെ ധീരതയോടുകൂടി പറയുകയാണ്, ഞാൻ യേശുവിന് വേണ്ടി മരിക്കുമെന്ന്. അതിനുള്ള കരുത്ത് എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കുക? അതാണ് സഭയുടെ മിശിഹാ രഹസ്യത്തിൻ്റെ ആഴം. നമുക്കത് മാനുഷിക ബുദ്ധിക്ക് വിശകലനം ചെയ്താൽ മനസ്സിലാകുകയില്ല. അതാണ് സഭ. വലിയ രഹസ്യത്തിൻ്റെ മനോഹരമായ ഏടുകളാണ് രക്തസാക്ഷികളുടെ ജീവിതം. രക്തസാക്ഷികളുടെ ജീവിതം നമുക്ക് കരുത്ത് നൽകണം. നമുക്ക് വിശുദ്ധരെക്കുറിച്ച്, ഈ രക്തസാക്ഷികളെക്കുറിച്ച് നമ്മുടെ ഈ പഠനത്തിൽ ഇന്ന് നാം 2 വിശുദ്ധരെയാണ് പ്രത്യേകമായിട്ട് സ്വീകരിക്കുക. ഈശോയുടെ ജീവിതവുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ള 2 വ്യക്തികൾ. എന്നാൽ അവർ യേശുവിനെ എങ്ങനെ പിന്തുടർന്നു? സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്ന ഈ വ്യക്തികൾ, ഒന്ന് യേശുവിൻ്റെ പീഡാസഹനത്തിൻ്റെ അവസരത്തിൽ യേശുവിനോടൊപ്പം ചേർന്ന് നിന്ന ശതാധിപൻ. 2, യേശുവിനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ സമരിയക്കാരി. ഈ 2 പേരെക്കുറിച്ചും നാം പഠിക്കുകയാണ്. 2 പേരും രക്തസാക്ഷികളായി. ക്രിസ്തുവിൻ്റെ കുരിശുമരണ വേളയിൽ നാം കണ്ടുമുട്ടുന്ന ശതാധിപനാണ് ലോങ്കിനോസ്. ദൈവപുത്രന്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ദൃക്സാക്ഷിയായ അദ്ദേഹം മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനിയായി മാറുകയും ശേഷിച്ച കാലം ഒരു സന്യാസിയായി ജീവിച്ച് രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. സുവിശേഷത്തിൽ നാം പരിചയപ്പെടുന്ന തീക്ഷ്ണതയേറിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് വിശുദ്ധ ലോങ്കിനോസ്. ഇറ്റലിയിലെ ലാൻസിയാനോ എന്ന പട്ടണത്തിൽ ജനിച്ച അദ്ദേഹം പിന്നീട് പട്ടാളക്കാരനും തുടർന്ന് സുവിശേഷത്തിന് സാക്ഷിയുമായി മാറുകയായിരുന്നു. പിതാവേ, യേശുവിനെ ക്രൂശിക്കാൻ മുന്നിൽ നിൽക്കുകയും യേശുവിൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തുകയും ചെയ്ത ഒരു പടയാളിയെക്കുറിച്ച് പിതാവ് ഇവിടെ പറയുകയുണ്ടായി. ആ പടയാളിയെക്കുറിച്ച് കൂടുതലായി ഒന്ന് വിശദീകരിക്കാം. ഈ പടയാളിയെ സുവിശേഷത്തിൽ 2 സ്ഥലത്ത് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒന്ന് മത്തായിയുടെ സുവിശേഷവും യോഹന്നാൻ്റെ സുവിശേഷവും. യോഹന്നാൻ്റെ സുവിശേഷം
19-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം 34-ാം വചനത്തിൽ കാണുന്നുണ്ട്. പടയാളികളിൽ ഒരുവൻ അവൻ്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. അത് കണ്ടയാൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യവുമാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ശതാധിപനെക്കുറിച്ച്, ഈ പട്ടാളക്കാരനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന കാര്യവും നമുക്ക് വായിക്കുവാൻ സാധിക്കും. 27-ാം അധ്യായത്തിലാണ് മത്തായിയുടെ സുവിശേഷം. 27-ാം അധ്യായത്തിൽ യേശുവിന് കാവൽ നിന്നിരുന്ന ശതാധിപനും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഭൂകമ്പവും മറ്റ് സംഭവങ്ങളും കണ്ട് അത്യധികം ഭയപ്പെട്ടു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു. സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞ ആ ശതാധിപൻ, പട്ടാളക്കാരൻ, അവന്, ഈ പട്ടാളക്കാരന് നല്ല കാഴ്ചയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു പട്ടാളത്തിൽ തന്നെ നല്ല കാഴ്ചയില്ലാതിരുന്നതുകൊണ്ട് ആ അവസരത്തിൽ സൈന്യത്തിൽ യുദ്ധത്തിന് വേണ്ടി നിയോഗിച്ചില്ല. പകരം ഇങ്ങനെ ക്രൂശിൽ തറയ്ക്കുന്നവരെ കൊണ്ടുവരുവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കുകയായിരുന്നു ചെയ്തത്. യേശുവിനെ ക്രൂശിച്ചു കഴിഞ്ഞ് മരിച്ചോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടിയിട്ട് ഈ ശതാധിപൻ, അദ്ദേഹത്തിൻ്റെ പേര് ലൊങ്കിനൂസ് എന്നാണ്, ശതാധിപൻ ലൊങ്കിനൂസ് കുന്തമെടുത്ത് യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തി. ഉടൻ തന്നെ അവിടുന്ന് രക്തവും ജലവും പുറപ്പെട്ടു. ഇദ്ദേഹത്തിന് ഈ ഒരു തുള്ളി രക്തം ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ വീണു. കണ്ണിൽ വീണപ്പോൾ അദ്ദേഹത്തിന് കാഴ്ചയില്ലാതെ കുറവായിരുന്നു, പൂർണ്ണ കാഴ്ച ലഭിച്ചു. അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് എന്ന് വിശുദ്ധ യോഹന്നാൻ പറയുകയാണ്. ആ കാഴ്ച ലഭിച്ചപ്പോൾ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വിശ്വാസത്തിൻ്റെ ഉൾക്കാഴ്ചയും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഇതിന് ശേഷം വളരെ ഉൾക്കാഴ്ചയോടുകൂടി യേശുവിനെ സുവിശേഷം പ്രസംഗിക്കുകയാണ്. ആ വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ് വിശുദ്ധ ലോങ്കിനൂസ് ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹത്തിന് യേശുവിൻ്റെ മരണത്തിന് ശേഷം അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നാം വായിക്കുന്നത് പോലെ അപ്പസ്തോലന്മാരുടെ പ്രബോധനങ്ങൾ അടുത്ത് നിന്ന് കേൾക്കുകയും ശ്രവിക്കുകയും ചെയ്തു. അദ്ദേഹം തുടർന്ന് ഒരു സന്യാസിയായിട്ട് കപ്പദീച്യ ഭാഗത്ത് പാലസ്തീനയിൽ തന്നെ അദ്ദേഹം ഒരു സന്യാസിയായി ജീവിച്ചു. സന്യാസിയായി ജീവിച്ച് അങ്ങനെ വിശുദ്ധിയിലേക്ക് നടക്കുകയാണ് ചെയ്യുന്നത്, വിശുദ്ധ ജീവിതം നയിക്കുകയാണ് ചെയ്യുന്നത്. പിതാവേ, യേശുവിനെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തിയ ആ ശതാധിപന്റെ പേര് സുവിശേഷത്തിൽ എവിടെയും പ്രതിപാദിച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് ലൊങ്കിനൂസ് എന്ന പേര് ലഭിച്ചതെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നല്ല ചോദ്യം. ലൊങ്കിനൂസ് എന്ന പേര് അദ്ദേഹത്തിന് നമുക്കെങ്ങനെ സുവിശേഷത്തിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ലഭിക്കുന്നത്? അത് നമുക്കിതേക്കുറിച്ച് ഈ വിശുദ്ധ ലൊങ്കിനൂസ് യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തിയെന്നും അവൻ്റെ കണ്ണിലേക്ക് രക്തം വീണു എന്നുള്ളതെല്ലാം ആക്ട്സ് ഓഫ് നിക്കോദമോസ് എന്നൊരു പുസ്തകമുണ്ട്. അത് അപ്പോക്രിഫലാണ്, അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല, എങ്കിലും ഒരു സുവിശേഷം പോലെ ആ കാലഘട്ടത്തിൽ പ്രചരിച്ചിരുന്ന എഴുത്തിൽ ഒന്നാണ്. നിക്കോദമോസിൻ്റെ പ്രവർത്തനങ്ങൾ സുവിശേഷം, അതിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൊങ്കിനൂസ് എന്ന പേര് നൽകിയിട്ടുണ്ട്. ഇവർക്കിത് ലഭിച്ചത് ആക്ട്സ് ഓഫ് പീലാത്തോസിൻ്റെ പ്രവർത്തനങ്ങൾ എന്നുള്ള രേഖകളിൽ നിന്നാണ് ഈ പേരും എല്ലാം ലഭിക്കുന്നത്. ലൊങ്കി എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ലാൻസ്, ഇംഗ്ലീഷ്, കുന്തം എന്നുള്ളതിലേക്ക് വരുന്നത്. അപ്പോൾ ലൊങ്കിനൂസ്, അതിൽ നിന്ന് കുന്തം എന്നുള്ള ഗ്രീക്ക് പദത്തിൻ്റെ നിന്നാണ് കുന്തം കൊണ്ട് കുത്തിയാൾ ലൊങ്കിനൂസ് എന്ന പദം വരുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. അങ്ങനെയാണ് ലൊങ്കിനൂസ് എന്ന പേര് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് ഇവിടെ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം രക്തസാക്ഷിയായി തീർന്ന് വിശുദ്ധനാവുമ്പോൾ വിശുദ്ധ ലൊങ്കിനൂസ് എന്നറിയപ്പെടുകയും ചെയ്തു. യേശു സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്ന് ഗ്രഹിച്ച ലോങ്കിനൂസ് ആ സത്യം മനസ്സിലാക്കിയത് മുതൽ ധീരതയോടെ വിശ്വാസം സ്വീകരിക്കുന്നതായി പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നു. ക്രൈസ്തവ വിശ്വാസം പ്രതിബന്ധങ്ങളെ നേരിട്ട് കൊണ്ടിരുന്ന അക്കാലത്ത് സധൈര്യം സുവിശേഷം പ്രഘോഷിക്കുവാൻ അദ്ദേഹം മടി കാണിച്ചില്ല. ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ കൂട്ടുനിന്ന പട്ടാളക്കാരനായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കൂടുതൽ തീക്ഷ്ണതയുള്ളതായിരുന്നു. തൻ്റെ ഉറച്ച വിശ്വാസത്തിൻ്റെ ബലത്തിൽ സുവിശേഷം പ്രഘോഷിച്ചും അത്ഭുതങ്ങൾ പ്രവർത്തിച്ചും മുന്നേറിയ അദ്ദേഹം അനേകായിരങ്ങളെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് നയിച്ചു. പിതാവേ, എങ്ങനെയായിരുന്നു വിശുദ്ധ ലോങ്കിനൂസിന്റെ രക്തസാക്ഷിത്വം?
വിശുദ്ധ ലോങ്കിനൂസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു സന്യാസ ജീവിതമായിരുന്നു. സന്യാസ ജീവിത ആ കാലഘട്ടത്തിൽ തന്നെ ധീരതയോടുകൂടി യേശുവിനെ സുവിശേഷം പ്രഘോഷിച്ചു. വിഗ്രഹ ആരാധനയ്ക്കെതിരെ അദ്ദേഹം ശക്തമായിട്ട് തൻ്റെ ജീവിതത്തിലൂടെ താൻ അനുഭവിച്ച ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിലൂടെ ആ കാലഘട്ടത്തിൽ കപ്പദീച്ചിയ സിറിയയിൽ വളരെ സുവിശേഷം പ്രഘോഷിച്ചു. അപ്പോൾ അവിടുത്തെ ഗവർണർ, പ്രദേശത്തുള്ള ആളുകൾ, വിജാതീയരായിട്ടുള്ള ആളുകൾ ലോങ്കിനൂസിനെ മർദ്ദിക്കുവാൻ വന്നു. ഗവർണർ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഗവർണർ ഈ ലോങ്കിനൂസിനെ വധിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പല്ലുകൾ പറിച്ചെടുക്കുവാനും നാവ് പിഴുതെടുക്കുവാനുള്ള കൽപ്പനയാണ് കൊടുത്തത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ പല്ല് പറിച്ചെടുത്തു, നാവ് പിഴുതു. പക്ഷേ അദ്ദേഹത്തിന് വീണ്ടും സംസാരിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞ്, കൽപ്പന കൊടുത്തു കഴിഞ്ഞ് വീണ്ടും സംസാരിക്കാനുള്ള കരുത്ത് ഇദ്ദേഹത്തിന് കിട്ടി. എന്നാൽ പിന്നെ അദ്ദേഹത്തിന് സർവ്വശക്തിയും ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന വിഗ്രഹങ്ങളെല്ലാം തകർത്തു. ചുറ്റിക കൊണ്ട് അവിടെയുള്ള വിഗ്രഹങ്ങളെല്ലാം അടിച്ചു തകർത്തു. അപ്പോൾ വിശുദ്ധൻ്റെ ഈ പ്രവർത്തനം കണ്ടപ്പോൾ ഈ ഗവർണർ അത്ഭുതത്തോടു കൂടി ചോദിച്ചു, നിങ്ങൾക്കിത് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ നിന്ന് ദുഷ്ടശക്തികൾ, ഈ വിഗ്രഹങ്ങളിലുണ്ടായിരുന്ന ദുഷ്ടാത്മാക്കൾ ഈ ഗവർണറുടെ ശരീരത്തിലും അതിന് ചുറ്റും ഉണ്ടായിരുന്ന പടയാളികളുടെ ശരീരത്തിലും പ്രവേശിച്ചു. അവർ വളരെയധികം അലമുറയിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. അപ്പോൾ അവർ ചോദിച്ചു, ഇവിടെ ക്രിസ്തുവില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയായിട്ട് വിശുദ്ധ ലോങ്കിനൂസ് പറഞ്ഞു, വിഗ്രഹങ്ങൾ ഉള്ളിടത്ത് ക്രിസ്തുവില്ല, അവിടെ പിശാചാണുള്ളത്. ക്രിസ്തുവിൻ്റെ നാമം വിളിക്കപ്പെടാത്തടത്ത് ക്രിസ്തുവില്ല, അവിടെയും തിന്മയുടെ ശക്തികളാണുള്ളത്. ക്രിസ്തുവിൻ്റെ നാമം എവിടെയുണ്ടോ അവിടെ പിശാച് ഉണ്ടാകുകയില്ല എന്ന് വിശുദ്ധൻ വളരെ ശക്തമായിട്ട് പഠിപ്പിച്ചു. അപ്പോൾ പെട്ടെന്ന് ഗവർണർ അന്ധനായി എന്ന് ഐതിഹ്യത്തിൽ എന്നുള്ള ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ വിശുദ്ധനോട് തന്നെ അപേക്ഷിച്ചു, എനിക്ക് സൗഖ്യം നൽകണമേ എന്ന്. അപ്പോൾ വിശുദ്ധനോട് അപേക്ഷിച്ചപ്പോൾ വിശുദ്ധൻ അപ്പോൾ തന്നെ ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സൗഖ്യം ലഭിക്കുകയും ചെയ്തു എന്ന് കാണുന്നുണ്ട്. എന്നാൽ വീണ്ടും ഗവർണർ തൻ്റെ കൽപ്പന നടപ്പിലാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തെ അവിടെ വധിച്ചു. ഇതാണ് വിശുദ്ധ ലോങ്കിനൂസിൻ്റെ രക്തസാക്ഷിത്വം. അതോടൊപ്പം തന്നെ മറ്റൊരു പാരമ്പര്യവും കൂടി കാണുന്നുണ്ട്. താൻ ഒരു സന്യാസിയായി ജീവിച്ചു എന്ന് ഞാൻ സൂചിപ്പിച്ചത്. തിരിച്ച് വീണ്ടും തൻ്റെ ഭവനത്തിലേക്ക് ജെറൂസലമിലേക്ക് വന്നപ്പോൾ അവിടെ യഹൂദർക്ക് മനസ്സിലായി ലോങ്കിനൂസ് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ യഹൂദർ ലോങ്കിനൂസിനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആളുകൾ അതിനുള്ള ഏർപ്പാടുകൾ ക്രമീകരിച്ചു. പക്ഷേ ലോങ്കിനൂസ് എന്ത് ചെയ്തു? എല്ലാവർക്കും ഒരു വിരുന്ന് നൽകി. അവർക്ക് മനസ്സിലായില്ല ആരാണ് ലോങ്കിനൂസ് എന്ന് മനസ്സിലായില്ല. എന്നാൽ അന്ന് വൈകുന്നേരം അദ്ദേഹം ഈശോയോട് പ്രാർത്ഥിച്ചു, എന്നെ ഒരു രക്തസാക്ഷിയാക്കണമേ, അതിനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. രാവിലെ പ്രഭാതത്തിൽ ആളുകൾ ഈ അതിഥികൾ പോകുന്നതിന് മുൻപ് സാക്ഷ്യം നൽകി, ഞാൻ തന്നെയാണ് ലോങ്കിനൂസ്. അങ്ങനെ അവർ പിടിച്ചു, അദ്ദേഹത്തെ വധിച്ചു എന്നും കാണുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നാം ഒരു വലിയ മാനസാന്തര കഥ കാണുന്നുണ്ട്. ക്രിസ്തുവിന്റെ മുഖതാവിൽ നിന്ന് സുവിശേഷം ശ്രവിച്ച ഒരു സ്ത്രീ സുവിശേഷ പ്രഘോഷകയായി മാറുന്നു. അവിടെ നാം കണ്ടുമുട്ടുന്ന സമരിയാക്കാരി സ്ത്രീയാണ് വിശുദ്ധ ഫോട്ടിന എന്ന രക്തസാക്ഷിണി. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് തന്നെ അനേകരെ യേശുവിലേക്ക് അടുപ്പിച്ച അവൾ പിൽക്കാലത്ത് തീഷ്ണമതിയായ ഒരു ക്രിസ്തു ശിഷ്യയായി ജീവിച്ചു. അവളിൽ നിന്ന് ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച അനേകരിൽ വിശുദ്ധ സെബസ്ത്യാനോസും ഉൾപ്പെടുന്നു. പിന്നീട് വിശുദ്ധ ഫോട്ടിനെയും അവളുടെ മക്കളും അവളിലൂടെ ക്രിസ്തുവിനെ കണ്ടെത്തിയ അനേകരും രക്തസാക്ഷികളായി തീർന്നു. പിതാവേ, യഥാർത്ഥത്തിൽ സമരയാക്കരി സ്ത്രീ ആരായിരുന്നു? അവൾ എപ്രകാരമാണ് രക്തസാക്ഷിണിയായി മാറിയത്? സുവിശേഷത്തിലെ ഏറ്റവും മിഴിവുറ്റ ഒരു ചിത്രം, നാടകീയത നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലുള്ളത്. അപ്പസ്തോലന്മാരുമായിട്ട് യേശു യാത്ര ചെയ്യുന്നു. അപ്പസ്തോലന്മാരോട് ഭക്ഷണം വാങ്ങുവാൻ വേണ്ടി അവരെ പറഞ്ഞയക്കുന്നു. നട്ടുച്ച സമയം.
അവിടെ യാക്കോബിൻ്റെ ഒരു കിണർ, അവിടെ ഉച്ച സമയത്ത് ആരും വെള്ളം കോരാൻ വരുന്നില്ല. എന്നാൽ സമരിയക്കാരി സ്ത്രീ, അപ്പോൾ അവിടെ യഥാർത്ഥ യഹൂദ ഗോത്രങ്ങളിലുള്ള ആരും വരികയില്ല എന്ന് കരുതി സമരിയക്കാരി ഈ സ്ത്രീ അവർ വരികയാണ്. അവളുടെ പേര് ഫോർട്ടീന എന്നാണ്. അവൾ അവിടെ വന്ന് ജലം കോരാൻ വരുമ്പോൾ യേശു അവളെ കാത്തു നിൽക്കുകയാണ്. തുടർന്നുള്ള സംഭാഷണം നമുക്കറിയാം. വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ആ സമരിയക്കാരി സ്ത്രീ, അവൾ പാപിനിയാണ്, പക്ഷേ സഭ എന്താണെന്നുള്ള ചിത്രം ഈ വ്യക്തിയിലൂടെ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. നീ ഈ ജലം, ജീവൻ്റെ ജലം ഞാൻ നിനക്ക് തരാം. അപ്പോൾ പിന്നെ നിനക്ക് യഥാർത്ഥത്തിൽ ജീവൻ്റെ ജലം തരാൻ നീ വീട്ടിൽ പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരൂ. എനിക്ക് ഭർത്താവില്ല. ശരിയാണ്, നിനക്ക് ഭർത്താവില്ല, 5 പേരുണ്ട്, ഇപ്പോൾ ഉള്ളവൻ നിൻ്റെ ഭർത്താവുമല്ല. അപ്പോൾ ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ഒരു ചോദ്യം. യഥാർത്ഥത്തിൽ ഒരു ആത്മീയത പാപിനിയാണെങ്കിലും അവൾക്കുണ്ടായിരുന്നു. യഥാർത്ഥത്തിലുള്ള ആരാധന എന്താണ്? അപ്പോൾ ഈശോ പറയുന്നുണ്ട്, ഈ മലയിലോ ഈ ദേവാലയത്തിലോ ഒന്നുമല്ല ആരാധന, സത്യത്തിലും ആത്മാവിലുമാണ് ആരാധന. ഈ വചനങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് വലിയ ആവേശമായി. വരാനിരുന്ന ദൈവപുത്രൻ ക്രിസ്തു ഇവൻ തന്നെ എന്നുള്ള വലിയൊരു തിരിച്ചറിവ് അവൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അവൾ ഉടൻ തന്നെ ഗ്രാമത്തിലേക്ക് പോയി, പട്ടണത്തിലേക്ക് പോയി അവിടെ സുവിശേഷം പ്രഘോഷിക്കുകയാണ്. അവരോട് പറയുകയാണ്, യഥാർത്ഥ ക്രിസ്തുവിനെ ഞാൻ കണ്ടു. നാം കാത്തിരുന്ന പ്രവാചകൻ, നമ്മൾക്ക് രക്ഷയ്ക്കായിട്ട് ആരാണോ വരേണ്ടത് ആളെ ഞാൻ കണ്ടു. ഉടൻ തന്നെ അവരെ സുവിശേഷം അറിയിക്കുകയാണ് അവൾ ചെയ്യുന്നത്. പിന്നീട് അവൾ യേശുവിൻ്റെ പിന്നാലെ ഉള്ള ജീവിതമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. അവൾക്ക് ആ ജീവിതത്തിലൂടെ സുവിശേഷ പ്രഘോഷകയായിട്ട് അവൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. വിശുദ്ധ ഫോർട്ടീന. പിതാവേ, വിശുദ്ധ ഫോർട്ടിനെയും സഹപ്രവർത്തകരും എന്നാണല്ലോ പ്രതിപാദിക്കുന്നത്. ആരാണ് ഈ സഹപ്രവർത്തകർ? വിശുദ്ധ ഫോർട്ടീനയ്ക്ക്, അതായത് ഈ സമരിയക്കാരിക്ക് 2 മക്കളുണ്ടായിരുന്നു. ഒരാൾ വിക്ടറും ഒരാൾ ജോസഫും. ഇവർ പിന്നീട് ഇങ്ങനെയാണ് കരുതുന്നത്, ഇവർ പിന്നീട് ഇവിടെ നിന്ന് റോമിലേക്ക് യാത്രയായി. ഇവിടെ നിന്ന് തന്നെ ഈ പിലാത്തോസിൻ്റെയും അങ്ങനെയുള്ള അവരുടെ പ്രവർത്തകരുടെ എല്ലാം അടുത്തുള്ള പരിചയം കൊണ്ട് ഈ വിക്ടർ സൈന്യാധിപനായി തീർന്നു, പട്ടാളക്കാരനായി. ചക്രവർത്തിയുടെ തന്നെ പട്ടാളത്തിൽ ഒരാളായി തീർന്നു വിക്ടർ. അതായത് ഫോർട്ടീനയ്ക്ക് 2 മക്കൾ, വിക്ടറും ജോസഫും. അതിൽ വിക്ടർ പട്ടാളക്കാരനായി തീർന്നു ഇവരുമായിട്ടുള്ള പരിചയം കൊണ്ട്. അങ്ങനെ അവർക്ക് ജോലി റോമിലേക്ക് ലഭിച്ചു. റോമിൽ നിന്ന് പിന്നീട് അദ്ദേഹം ഗാളിലേക്ക്, മറ്റ് പ്രദേശങ്ങളിലെ ഗവർണറായിട്ട്, പട്ടാളക്കാരുടെ എല്ലാം നേതൃത്വമുള്ള ഗവർണറായിട്ട് തന്നെ ഈ വിക്ടർ നിയമിക്കപ്പെട്ടു. അങ്ങനെ നിയമിക്കപ്പെട്ടപ്പോഴാണ് ഈ വിക്ടർ യേശുവിനെ അമ്മയിൽ നിന്ന് വളരെ അടുത്തറിഞ്ഞല്ലോ. അപ്പോൾ വിക്ടർ ഉത്തമ ക്രിസ്ത്യാനിയായിരുന്നു. ഈ വിക്ടർക്ക് വലിയ ആഴമായ ബോധ്യമുണ്ടായിരുന്നത് കൊണ്ട് കണ്ടുമുട്ടിയവരോടെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു. അവരെല്ലാം സുവിശേഷം പ്രഘോഷിച്ചു. അവരിൽ പ്രധാനപ്പെട്ട ആളായിരുന്നു വിശുദ്ധ സെബാസ്ത്യാനോസ്. സെബാസ്ത്യാനോസിനെ നമുക്ക് പരിചയമില്ലേ? വിശുദ്ധ സെബാസ്ത്യാനോസ് അതായത് പട്ടാളക്കാരനായിരുന്നല്ലോ, സൈന്യാധിപനായിരുന്നു. അപ്പോൾ ഈ വിക്ടറിൻ്റെ സൈന്യത്തിലുള്ള സൈന്യാധിപനായിരുന്നു വിശുദ്ധ സെബാസ്ത്യാനോസിനെ പോലെ ധാരാളം ആളുകൾ സുവിശേഷം പ്രഘോഷിച്ച് യേശുവിൻ്റെ ശിഷ്യരായി തീർന്നു. ഈ പട്ടാളത്തിലും അതുപോലെ റോമിൽ ചുറ്റിപ്പറ്റിയുള്ള അവസരങ്ങളിലും. അതുകൊണ്ട് ഫോർട്ടീനയുടെ ഈ മക്കൾ സുവിശേഷം പ്രഘോഷിച്ച ആളുകൾ, അതാണ് ഫോർട്ടീനയും ആളുകളും എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. തൻ്റെ രക്ഷകനെ തിരിച്ചറിയുന്നതിന് മുമ്പുള്ള ഒരു കാലത്തിന് വിപരീതമായി ജീവിത വിശുദ്ധിയിലും വിശ്വാസ തീക്ഷ്ണതയിലും തുടർജീവിതം നയിച്ച വിശുദ്ധ ഫോർട്ടീന ജീവിതം കൊണ്ടും മരണം കൊണ്ടും ഒരു ഉത്തമ ക്രിസ്തുശിഷ്യയായിരുന്നു. ക്രൈസ്തവ വിശ്വാസ ജീവിതം വലിയ പീഡനങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന ആ കാലത്ത് ഫോർട്ടീനയും അവളുടെ മക്കളും അവരിലൂടെ രക്ഷകനെ കണ്ടെത്തിയ അനേകരും ചങ്കുറ്റത്തോടെ നിവർന്നു നിന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും ധീര രക്തസാക്ഷിത്വം വരിക്കുകയും ചെയ്തു. പിതാവേ, വിശുദ്ധ ഫോർട്ടീനയുടെ രക്തസാക്ഷിത്വം എങ്ങനെയായിരുന്നു? വിശുദ്ധ ഫോർട്ടീനയുടെ
ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഏകദേശം 3 വർഷത്തോളം ക്രൂരമായ പീഡകൾ അനുഭവിക്കേണ്ടി വന്നു വിശുദ്ധയ്ക്ക്. അങ്ങനെ അവൾ രക്തസാക്ഷിണിയായി തീർന്നു. രണ്ടാമത്തത് വളരെ കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ്. 14 സഹപ്രവർത്തകരും എന്നുള്ളതിൻ്റെ അർത്ഥം റോമിലേക്ക് തൻ്റെ മകൻ്റെ അടുത്ത് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ മകൻ്റെ അടുത്ത് ഒരുമിച്ച് ചേർന്ന് സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ റോമിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടുന്ന് തുടർന്ന് മറ്റു വിശുദ്ധരോടും സഹപ്രവർത്തകരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുകയും അവർക്ക് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്ക് അവർ ഇരയാകുകയും ചെയ്തു. അങ്ങനെ വീരമൃത്യു വരിച്ചു. സാക്ഷികളായി തീർന്നു അവർ ഒരുമിച്ച് എന്ന് രണ്ടാമത് ഒരു പാരമ്പര്യവും കൂടി ഉണ്ട്. ഈ 2 പാരമ്പര്യങ്ങളും ഒരുമിച്ച് ചേർന്ന് പോകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സമരിയക്കാരി സ്ത്രീ അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു, യഥാർത്ഥ രക്ഷകനായിട്ട് മനസ്സിലാക്കി. പിന്നീട് ഏത് പ്രതിബന്ധങ്ങൾ ഉണ്ടെങ്കിലും സുവിശേഷം പ്രഘോഷിക്കുവാനുള്ള ധീരത അവൾ മറ്റുള്ളവർക്ക് നൽകി, മക്കൾക്ക് നൽകി. മക്കളിലൂടെ ആയിരങ്ങൾ സുവിശേഷത്തിലേക്ക് കടന്നു വരുന്നു. എന്നാൽ തൻ്റെ സഭ വലുതാകുന്നതിന് വേണ്ടി തൻ്റെ പ്രിയപ്പെട്ടവരെ രക്തസാക്ഷികളാക്കുകയാണ്. യേശുവിൻ്റെ സഭയുടെ അടിത്തറയായിട്ട് ചരിത്രമായിട്ട് നിൽക്കുന്ന രക്തസാക്ഷികൾ വിശുദ്ധ 14 സഹപ്രവർത്തകരും. സുവിശേഷത്തിൽ നാം കണ്ടുമുട്ടുന്ന 2 ജീവിതങ്ങൾ നമ്മുടെ കാഴ്ചകൾക്കപ്പുറം മാനസാന്തരപ്പെട്ട് ക്രിസ്തുസാക്ഷികളായവരാണ്. ക്രിസ്തുവിനെ സ്വന്തം കണ്ണുകൊണ്ട് തിരിച്ചറിഞ്ഞ് ഉറച്ച ബോധ്യത്തോടെ ഹൃദയത്തിൽ സ്വീകരിച്ച അവർ എക്കാലത്തെയും ക്രൈസ്തവർക്ക് ഉത്തമ മാതൃകകളാണ്. തങ്ങളുടെ ഇരുണ്ട ജീവിതകാലഘട്ടത്തിലെ ദൈവസ്നേഹത്തിന് വിരുദ്ധമായ വഴികളിൽ നിന്ന് വെണ്മയേറിയ ജീവിതപാതയിലേക്ക് പ്രവേശിച്ച് വിശുദ്ധരായി മാറിയ അവർ അനേകായിരങ്ങൾക്ക് പ്രചോദനവും പകരുന്നു. രക്തസാക്ഷികളുടെ ജീവിതം നമുക്കെന്നും ആവേശമായിരിക്കണം. യേശുവിന് വേണ്ടി ജീവൻ സമർപ്പിച്ച പ്രിയപ്പെട്ടവർ, വിശുദ്ധർ എന്തൊരു ഭാഗ്യമുള്ളവരാണ്. അവർ വിശ്വാസം പ്രഘോഷിക്കുകയാണ് വലിയ പ്രതിസന്ധിയിൽ. വിശുദ്ധ ലോങ്കീനൂസും അപ്രകാരം തന്നെ വിശുദ്ധ 14 കൂടെയുള്ള സഹപ്രവർത്തകരും യേശുവിനെ കണ്ടു, യേശുവിനെ അനുഭവിച്ചു. ഇനി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമേ ഇല്ല. ധീരതയോടുകൂടി രക്തം ചിന്തുകയാണ്. ഏത് സാഹചര്യങ്ങളിലും തിന്മയ്ക്കെതിരെ, ഏറെ പ്രത്യേകിച്ച് വിഗ്രഹ ആരാധനയ്ക്കെതിരെ തിന്മയുടെ ശക്തികൾ കടന്നു വരുമ്പോൾ 1-ാം പ്രമാണത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സമൂഹത്തിൽ, ഏറെ പ്രത്യേകിച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ ശക്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുമ്പോൾ ആ സ്വാധീനത്തിലേക്ക് പതുക്കെ നാം കടന്നു പോകാൻ ഇടയുള്ളതുകൊണ്ട് ധീരതയോടുകൂടി രക്തസാക്ഷികളാകുവാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ രക്തം ചിന്തിയല്ല, വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ലോങ്കീനൂസിൻ്റെയും വിശുദ്ധ 14 മാതൃക പിൻചെല്ലുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്തസാക്ഷികളാകുവാനുള്ള കൃപ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് വിശുദ്ധ ലോങ്കീനൂസിനും വിശുദ്ധ 14 ലഭിച്ചു. നമുക്കും യേശുവിനെ പ്രതി അനുദിന ജീവിതത്തിൽ രക്തസാക്ഷികളാകാം. സഹനങ്ങൾ നമുക്ക് ധീരതയോടുകൂടി ഏറ്റെടുക്കാം. അവന് വേണ്ടി നമുക്ക് മരിക്കാം. ധീരതയോടുകൂടി വിശുദ്ധ രക്തസാക്ഷികളെ പോലെ നമുക്കും സുവിശേഷം പങ്കുവെക്കാം. പരിചയമുള്ള എല്ലാവരിലേക്കും രക്തസാക്ഷികളുടെ ധീരത പങ്കുവെച്ചുകൊണ്ട് സുവിശേഷ പ്രഘോഷകരാകാം. അതിനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ലോങ്കീനൂസിൻ്റെയും വിശുദ്ധ 14 മാധ്യസ്ഥ്യം നമുക്ക് പ്രത്യേകമായിട്ട് അപേക്ഷിക്കാം. പ്രിയപ്പെട്ട വിശുദ്ധരെ, രക്തസാക്ഷികളെ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും പീഡകളും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ഏറ്റെടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. രക്തം ചിന്താതെയുള്ള രക്തസാക്ഷിത്വത്തിൽ അത് വലിയ അനുഭവ സാക്ഷ്യമായി മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. രക്തസാക്ഷിത്വം ക്രിസ്തു മാർഗചരിച്ചോരനേക നിണമണിഞ്ഞ കാലടിപ്പാടുകൾ നൽകി നമുക്കായൊരു ദർശനം. രക്തമൊഴുക്കിയ കാലടിപ്പാടുകൾ പകർന്നു ലോകത്തിൽ മാതൃക.
തിരുസഭ വീണ്ടും വളർന്നുയരണം. തിരുസഭ വീണ്ടും വളർന്നുയരണം.